നമസ്തേ. കൂടോത്രമോ ശത്രുദോഷമോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട 5 പ്രധാന ദേവതകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മഹാവിഷ്ണു, സുബ്രഹ്മണ്യസ്വാമി, ഭദ്രകാളി, ഹനുമാൻ, നരസിംഹമൂർത്തി എന്നീ ദേവതകളെ പ്രാർത്ഥിക്കുക. ഇനി ഇതിനു വേണ്ടി ഈ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും ശത്രുസംഹാരവും പുഷ്പാഞ്ജലിയും കടും പായസം, മുട്ടറുക്കൽ എന്നിവ ചെയ്യുന്നത് നല്ലതാണ്. മഹാദേവന്റെ അടുത്താണ് പൂജ ചെയ്യുന്നതെങ്കിൽ അഘോര മന്ത്രാർച്ചനയും പുഷ്പാഞ്ജലിയും, മഹാവിഷ്ണുവിന് സുദർശന മന്ത്രാർച്ചന, പുഷ്പാഞ്ജലി, നരസിംഹമൂർത്തിക്ക് പാനകം എന്നിവ ചെയ്യാവുന്നതാണ്. ഇനി ശത്രുസംഹാര പൂജ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള മോശമായ ചിന്തകൾ, അത് മാനസിക അവസ്ഥകളിലേക്ക് നയിക്കുന്ന ഒരു ശത്രു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയുണ്ട്. ആത്മവൈരിയെ സംഹരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ശത്രുസംഹാര അർച്ചന നടത്തുന്നത്. മുരുകക്ഷേത്രത്തിൽ ചെന്ന് ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തിയാൽ ഗ്രഹദോഷം, ദൃഷ്ടിദോഷം, ശാപങ്ങൾ എന്നിവയിൽ നിന്ന് നമുക്ക് മോചനം നേടാവുന്നതാണ്. അതുപോലെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടാനും മാനസിക പ്രശ്നങ്ങൾ മാറാനും ഭയം, കടബാധ്യത എന്നിവ മാറാനും ധനാഭിവൃദ്ധി എന്നിവയ്ക്കുള്ള ശത്രുസംഹാര പൂജയും മുരുകക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വിവാഹത്തിനുള്ള കാലതാമസം, ജോലി തടസ്സം, സാമ്പത്തിക ബാധ്യത ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ എല്ലാം തന്നെ ശത്രുസംഹാര പൂജ നടത്തുന്നത് ഉത്തമമാണ് എന്നാണ് വിശ്വാസം.